അപ്പോൾ ഒരു ബിറ്റ് കോയിൻ ഇന്ന് ജനറേറ്റ് ചെയ്യാനുള്ള വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 lakhs അടുത്താണ്. 10% കൂടുതൽ നിങ്ങളുടെ നെറ്റ്വർത്ത് ഒരിക്കലും ക്രിപ്റ്റോയിലേക്ക് അലൊക്കേറ്റ് ചെയ്യരുത്. ETF വരുന്നതോടെ നോർമൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ക്രിപ്റ്റോ ETFs മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. നിങ്ങൾ അസറ്റ്സ് ഓൺ ചെയ്തോളൂ, ക്രിപ്റ്റോ അസറ്റ്സ് ഓൺ ചെയ്തോളൂ, പക്ഷേ അതിൽ റീബാലൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ നറേറ്റീവ് അനുസരിച്ച് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള മറ്റ് അസറ്റ്സ് വരും. നിങ്ങൾ അതിനെയും നിങ്ങളുടെ അസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് കാണിക്കുക. മൈഫിൻ പോയിൻ്റ് തന്നെ ഇതൊരു ജെനുവിനായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ കൂടെ നിങ്ങൾ അറിവ് മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അത് കഴിഞ്ഞ് ബിറ്റ്സേവ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ബിറ്റ്സേവ് എന്ന് പറയുന്നത് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളുടെ 10 വർഷത്തെ ജേണിയിൽ നിന്ന് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ട്രേഡിങ് ചെയ്യാനുള്ള വിഷയങ്ങളുണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസിയിൽ തന്നെ ചില ആൾക്കാർ പറയും ബൈ ആൻഡ് ഹോൾഡ് എന്ന് പറയും. നിങ്ങളൊരു സാധനം മേടിച്ചിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുക, അതെന്തെങ്കിലും വില കൂടും എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ലൂണ എന്ന് പറയുന്ന കോയിൻ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ വലിയൊരു നറേറ്റീവ് ഉണ്ടായിരുന്ന കോയിൻ, നിങ്ങളത് മേടിച്ച് കയ്യിൽ വെച്ചതുകൊണ്ട് നിങ്ങൾ ലാഭമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അത് 0ലേക്ക് പോയി. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ബിറ്റ്സേവ് ഞങ്ങൾ ബിൽഡ് ചെയ്തപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച കാര്യങ്ങൾ. അതായത് നിങ്ങൾ അസറ്റ്സ് ഓൺ ചെയ്തോളൂ, ക്രിപ്റ്റോ അസറ്റ്സ് ഓൺ ചെയ്തോളൂ, പക്ഷേ അതിൽ റീബാലൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ നറേറ്റീവ് അനുസരിച്ച് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള മറ്റ് അസറ്റ്സ് വരും. നിങ്ങൾ അതിനെയും നിങ്ങളുടെ അസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് കാണിക്കുക. റിസ്ക് എടുക്കുമ്പോൾ വളരെ കുറച്ചുള്ള റിസ്ക്കുകൾ. ഞങ്ങളിപ്പോൾ ബിറ്റ്സേവിൽ തന്നെ പറയുന്നത് 10% കൂടുതൽ നിങ്ങളുടെ നെറ്റ്വർത്ത് ഒരിക്കലും ക്രിപ്റ്റോയിലേക്ക് അലൊക്കേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്. മാത്രമല്ല ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഇതെന്താണ് എന്നുള്ളൊരു. അപ്പോൾ ഒരു 1-2 മണിക്കൂർ ഇരുന്നിട്ടാണ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഈ അസറ്റ് ക്ലാസ് എന്ന് ഉള്ളത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കാരണം ഡീസെൻട്രലൈസേഷനൊക്കെ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു എളുപ്പം കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബിറ്റ്സേവ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് കൂടുതൽ ഒരു അവയർനെസ് കൊടുക്കുക, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അസറ്റ്സ് മാറ്റാനുള്ള അസറ്റ്സ് മാറ്റിക്കൊണ്ട് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന അസറ്റ്സിലേക്ക് നിങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോഴും എല്ലാവർക്കും സംശയം ഉണ്ടാകാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം ബിറ്റ് കോയിൻ ആണെങ്കിലും ലിസ്റ്റ് ചെയ്യുന്നത് ചെറിയൊരു എമൗണ്ടിലായിരുന്നു. അതിനുശേഷം ഒരു 50 ലക്ഷം രൂപ വരെ പോയി, ഒരു കറക്ഷൻ വന്നു, അതിനുശേഷം ഇപ്പോൾ 40 ലക്ഷം രൂപ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ഒരു സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, ഇത്രയും ഹൈയിൽ നിൽക്കുമ്പോൾ നമ്മൾ വന്നിട്ട് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിന് ഓൾട്ടർനേറ്റീവ് വേറെ കോയിൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പറയാനുള്ളത്, അതായത് നിങ്ങൾ പിന്നീട് അതിൽ ഖേദിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് പുതിയൊരു അസറ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ആ വലിയൊരു ബൂം വന്നത്, മനസ്സിലായില്ലേ? മാത്രമല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡോപ്ഷൻ ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ETF വന്നത്, അതായത് US ETF അവർ അപ്രൂവ് ചെയ്തത്. അപ്പോൾ ETF അപ്രൂവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കാനഡയിലായിരുന്നപ്പോൾ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ TFSA ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്, RRSP റിട്ടയർമെൻറ്റ് സേവിങ്സ് അക്കൗണ്ട്, ഇതുപോലത്തെ അക്കൗണ്ട്സ് ഉണ്ട്. എന്നാൽ ആ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. ETF വരുന്നതോടെ നോർമൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ക്രിപ്റ്റോ ETFs മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺ ചെയ്യാതെ തന്നെ ക്രിപ്റ്റോ കറൻസി എന്ന അസറ്റിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡോപ്ഷൻ്റെ ഭാഗമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും എത്താത്തൊരു അസറ്റ് ക്ലാസ്സിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ 50 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്നതൊന്നും ഒരു ഇൻക്രീസ് അല്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ ആ ഒരു ഓൺചെയിൻ ഡാറ്റ നോക്കിയാലും അത്രയും കൈകളിലേക്ക് ഇത് എത്തിയിട്ടില്ല, മനസ്സിലായില്ലേ? ഇനിയും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ പെൻഷൻ ഫണ്ടുകൾ, ഇപ്പോൾ ETF വന്നാലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പെൻഷൻ ഫണ്ടുകൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഇപ്പോൾ ഒണ്ടാരിയോ ടീച്ചേഴ്സ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാനഡയിലുള്ള ഫണ്ടുകൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നപ്പോൾ അവർക്ക് എക്സ്ചേഞ്ചിൽ പോയി മേടിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടുകൾക്ക് വരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് ഫണ്ടുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇങ്ങനത്തെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു സാധ്യതയാണ് അവിടെ തള്ളിക്കളയുന്നത് എന്നുള്ളതാണ് ഇത്രയും വലിയ എമൗണ്ടിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നവരുടെ അടുത്ത് പറയാനുള്ളത്. ഇനിയും ഇതിന് മുകളിലേക്ക് പോകാനുള്ള ബിറ്റ് കോയിന് പ്രധാനമായിട്ടും സാധ്യതകളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ
വില എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്ന വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ മൈനിങ് പ്രൈസ് എന്ന് പറയുന്ന, അതായത് ഒരു ബിറ്റ്കോയിൻ ജനറേറ്റ് ചെയ്യാൻ എടുക്കുന്ന എനർജിയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിറ്റ്കോയിൻ ഇന്ന് ജനറേറ്റ് ചെയ്യാനുള്ള വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 lakhs അടുത്താണ്. മനസ്സിലായില്ലേ? അടുത്ത ഏപ്രിലിൽ ബിറ്റ്കോയിൻ്റെ ഹാൽവിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവുകയും അതിന് ഇന്ന് കിട്ടുന്നതിൻ്റെ പകുതി റിവാർഡാണ് കിട്ടുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് 80 ലക്ഷം ചിലവാക്കിയാലേ, ഞാനിതൊരു ഓൾമോസ്റ്റ് എമൗണ്ടാണ് പറയുന്നത്, അത് കൃത്യ എമൗണ്ടാണെന്ന് വിചാരിക്കരുത്, 80 ലക്ഷം ചിലവാക്കിയാലേ ഒരു ബിറ്റ് കോയിൻ മൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ 80 ലക്ഷത്തിന് മൈൻ ചെയ്തെടുക്കുന്ന ബിറ്റ് കോയിൻ നിങ്ങൾ 40 ലക്ഷത്തിന് സെല് ചെയ്യാൻ പറ്റില്ല. അത് 80 ലക്ഷത്തിനോ അതിന് മുകളിലോ സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതും കൂടി ഇതിൻ്റെ വാല്യൂവിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈനിങ് എന്താണ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ, മൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഞാൻ അനുവിന് അയക്കുന്നു എന്ന് പറഞ്ഞു, ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നൊരു സിസ്റ്റം വേണം. കാരണം സെൻട്രൽ അതോറിറ്റി ഇല്ല. ആ സിസ്റ്റം എന്ന് പറയുന്നത് ആ നെറ്റ്വർക്കിലുള്ള മറ്റാളുകൾക്കാണ് ഇത് വെരിഫൈ ചെയ്യാൻ സാധിക്കുക. ആ വെരിഫൈ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് കോയിൻ ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് ഇത്രയും വാല്യൂ കൂടുന്നതുകൊണ്ട് തന്നെ ആ വാല്യൂ അഡീഷനും ഈ ബിറ്റ് കോയിൻ്റെ വിലയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുകളിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതും ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ETF വന്നപ്പോൾ ETF-ന്റെ ബേസ് ചെയ്തിട്ട് വാല്യൂ മുമ്പിലേക്ക് പോയിരുന്നു. അതായത് ഒരു 30,000-ൽ നിന്ന് ETF-ന്റെ ഒരു നെറേറ്റീവ് വന്നപ്പോൾ തന്നെ വാല്യൂ $48,000 ആണ് ഞാൻ പറയുന്നത്. 48,000, അതായത് ഒരു 30 ലക്ഷത്തിൽ നിന്നൊരു 50 lakhs വരെ എമൗണ്ട് വേരി ചെയ്തിരുന്നു. അത് ETF എന്ന് പറയുന്ന ഒരു അപ്രൂവൽ വരുന്നു എന്നുള്ളൊരു ന്യൂസിനെ ബേസ് ചെയ്തിട്ട്, നെറേറ്റീവിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. മൈനിങ്ങിൻ്റെ ഇനി ഏപ്രിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ ബിറ്റ് കോയിൻ്റെ സൈക്കിൾസും ബിറ്റ് കോയിൻ ഹാൽവിങ് സൈക്കിളിനെ ഫോളോ ചെയ്തിട്ടായിരുന്നു എന്നുള്ളൊരു തിയറി കൂടിയുണ്ട്. തിയറി അല്ല, അത് ഹിസ്റ്ററിക്കലി നമ്മൾ ചാർട്ട് നോക്കിയാലും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ മൈനിങ് എന്ന് പറയുന്ന കാര്യവും ബിറ്റ് കോയിൻ്റെ വിലയെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇത് ബേസിക് ലോജിക്കാണ്. അതായത് നമ്മൾ ഒരു ഗോൾഡ് കുഴിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഗോൾഡ് കുഴിച്ചെടുക്കുന്ന പ്രോസസ്സ് കുറച്ചും കൂടി ഹാർഡായി. ആ ഗോൾഡ് കുഴിച്ചെടുക്കുന്ന പ്രോസസ്സ് ഹാർഡാവുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ പ്രൈസും ഇൻക്രീസ് ആയി. നമ്മൾ കുഴിച്ചെടുക്കുന്ന പ്രോസസ്സിലേക്ക് കൂടുതൽ പ്രോസസ്സ് ചെയ്താലാണ് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ആ കൂടിയ വിലയിലേക്കാണ് ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൾക്ക് അത് വിൽക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? മാത്രമല്ല ഇതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഗോൾഡിൻ്റെ വിലയെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ചില യുദ്ധങ്ങളായിരിക്കാം ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് റീസൺസ് വേറെ പല കാര്യങ്ങളും വരികയായിരിക്കാം. ഒരു കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ മൈനിങ്ങിൻ്റെ പ്രോസസ്സാണ്. പിന്നെ ബെയർ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കഴിഞ്ഞ വർഷം ഒരു ബെയർ മാർക്കറ്റിലേക്ക് പോവുകയും മറ്റേ എക്സ്ചേഞ്ച് ഉൾപ്പെടെ തകർന്നൊരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിലേക്ക് ആളുകൾ നമ്മൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന സമയത്ത് അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തെങ്കിലും നിയമ നടപടികളും മറ്റു കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ടോ? പ്രധാനമായിട്ട് റെഗുലേഷൻസ് വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ പൊളിഞ്ഞു പോയ എക്സ്ചേഞ്ചസിൻ്റെ ആണെങ്കിലും നമ്മൾ മേജറായിട്ടൊരു പ്രശ്നം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൂഫ് ഓഫ് റിസർവ്സ് എന്ന് പറയുന്നൊരു മെക്കാനിസം നമുക്ക് ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അതായത് എല്ലാവരും ക്രിപ്റ്റോസ് സ്റ്റോർ ചെയ്യുന്ന എക്സ്ചേഞ്ചസ് ആണെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് അവരുടെ വാലറ്റ്സിലാണ്. സോ എത്ര ഫണ്ടാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് റിവീൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പൊളിഞ്ഞു പോയ എക്സ്ചേഞ്ച് FTX എന്നാണ് എക്സ്ചേഞ്ചിൻ്റെ പേര്. അപ്പോൾ FTX ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഫണ്ട്സ് തന്നെ എടുത്ത് അവർ വേറെ ബിസിനസ്സുകളിലേക്ക് ഉപയോഗിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തത്, വിച്ച് ഇസ് ക്രൈം, ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനെ ചെറുക്കാനുള്ള ഒരു റെഗുലേഷൻസ് ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഒപ്പം ഈ വാലറ്റ്സിൻ്റെ ട്രാൻസ്പെറൻസിയും അവർ വ്യക്തമാക്കിയിരുന്നില്ല ആളുകൾക്ക്. അപ്പോൾ ആളുകൾ വിചാരിച്ചിരുന്നത് അവരുടെ ഫണ്ട് ഈ എക്സ്ചേഞ്ചിൽ സേഫാണ്, ആ എക്സ്ചേഞ്ചിൻ്റെ നടത്തുന്ന ഓണറിൻ്റെ കോൺഫിഡൻസും എല്ലാം ബേസ് ചെയ്തിട്ടാണ് അവരതിനെ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഒരു ട്രസ്റ്റ്ലെസ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാനുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് പ്രൂഫ് ഓഫ് റിസർവ്സ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സ്ചേഞ്ചസിൻ്റെ വാലറ്റ്സ് എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും ഇത്രയും ഫണ്ട് ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിറ്റ്സേവിലാണെങ്കിൽ, ഞങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ ഞങ്ങൾ പ്രൂഫ് ഓഫ് റിസർവ്സ് പ്ലസ് ലയബിലിറ്റീസും കാണിക്കുന്നുണ്ട്. ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ തരുന്ന ഫണ്ട് ഞങ്ങളുടെ ലയബിലിറ്റി ആണ്, തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ വിത്ത് ഞങ്ങളുടെ റിസർവ്സ് വിത്ത് ലയബിലിറ്റീസ് കസ്റ്റമറിന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും ഫണ്ട് ഞങ്ങളുടെ ഇതിൽ ആപ്പിൽ കാണിക്കുന്ന എല്ലാ നമ്പേഴ്സും നമുക്ക് ബ്ലോക്ക് ചെയിൻ ത്രൂ വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തുള്ള ഓപ്ഷൻസ് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിലുണ്ട്, കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒരു പുതിയ അസറ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇതിൽ വരാനുള്ള ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. മനസ്സിലായില്ല? അങ്ങനെയാണ് പൈസ നഷ്ടം വരുന്നതും എല്ലാം വരുന്നതും.
പക്ഷേ ഓവർ ദ പീരീഡ് ഈ ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് തിരുത്തിയാണ് ഇതൊരു ബെറ്റർ അസറ്റ് ക്ലാസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓവർ ദ പീരീഡ് അതും സാധിക്കുന്നതാണ്. ഒത്തിരി ബിറ്റ് കോയിൻ ഗ്രൂപ്പുകളൊക്കെ കാണാറുണ്ട്. ഇതിലൊക്കെ എന്താണ് ശരിക്കും വസ്തുതയുള്ളത്? ശരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഇത് പ്രധാനമായിട്ടും ആളുകൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തതിൻ്റെ, ഒരു സംഭവം യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ന് നാളെ ഞാൻ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ 1 ലക്ഷം രൂപ തരൂ, ഞാൻ 10 ലക്ഷം ആക്കി തരാമെന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല. പക്ഷേ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല, നിങ്ങൾക്ക് ലാഭം മാത്രം വരുന്നുള്ളൂ, നിങ്ങൾ ഇന്ന പറയുന്ന ഇതിലേക്ക് ഞങ്ങളുടെ ഇതിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തരാം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റമർ നഷ്ടം വരില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ കസ്റ്റമർ ഓക്കെ, നഷ്ടം വരുന്നില്ല, അട്രാക്റ്റഡ് ആണ് ഇതിന്, പിന്നെ കിട്ടുന്ന എല്ലാം ലാഭമാണ്. മാത്രമല്ല ഇവർ പറയുന്നത് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ തന്നെ ബിറ്റ് കോയിൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയുന്നൊരു സ്റ്റോറിയാണ്. കാരണം ഈ പറയുന്ന പോലെ തന്നെ $1 നിന്ന് $40,000 എത്തി നിൽക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വലിയൊരു സക്സസ് സ്റ്റോറിയാണ്. അത് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ആ ഒരു സക്സസ് സ്റ്റോറി എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിശ്വസിച്ച് ഒരുപാട് പാവങ്ങൾ ഈ ടെലിഗ്രാമിൽ കാണുന്ന സംഭവങ്ങൾ വിശ്വസിച്ച് ഇതിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഈ എക്സ്ചേഞ്ചസിൽ ഇവർക്ക് തന്നെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും, ഈ ലാഭം കാണിക്കുകയും എന്നാൽ ഇത് വിഡ്രോ ചെയ്യേണ്ട സമയത്ത് അവർ ചിലപ്പോൾ കൂടുതൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടി കൂടുതൽ പൈസ ആവശ്യപ്പെടുകയും അങ്ങനെ ആളുകൾ പെട്ടുപോകുന്ന അവസ്ഥകളാണ് വരുന്നത്. ഇത് കൂടുതലതിന് വേണ്ടത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ ഇതിൽ മേജറായിട്ട് വേണ്ട ഒരു കാര്യം ഗവൺമെൻറ് റെഗുലേഷൻ തന്നെയാണ് എന്നുള്ളതാണ്. അമേരിക്കയിലുണ്ടായിരുന്നൊരു സംഭവമാണ്. അതായത് ഒരാളിൽ നിന്ന് ഒരു അഡ്വൈസറിൻ്റെ അടുത്ത് അയാൾ ചെന്ന് ചോദിച്ചു, എനിക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ അഡ്വൈസർ പറഞ്ഞു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ ഇയാൾ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ചെന്നപ്പെട്ടത്. അയാൾ അവിടെ ചെന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും അവസാനം നിങ്ങളുടെ എമൗണ്ട് ഇത്രയും ലാഭത്തിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ആ ടെലിഗ്രാം ഗ്രൂപ്പുകാരൻ പറയുകയും അതിന് ടാക്സ് ആയിട്ട് ഇത്ര എമൗണ്ട് വേണം, എന്നാൽ വിഡ്രോ ചെയ്യാൻ സമ്മതിക്കാമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോഴാണ് ഇയാൾക്ക് എന്തോ ഡൗട്ട് വന്നിട്ട് ഇയാളുടെ അഡ്വൈസറെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു സ്കാമാണ് എന്ന് മനസ്സിലാവുന്നത്. ഇന്നൊരു അമേരിക്കക്കാരന് ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടേണ്ട ആവശ്യമില്ല. കാരണം അഡ്വൈസറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസർ പറയുന്നത് ഇന്ന് ക്രിപ്റ്റോ ETFs അവൈലബിൾ ആണ്, ബിറ്റ് കോയിൻ ETF അവൈലബിൾ ആണ്, നിങ്ങൾ പോയിട്ട് ഒരു ബിറ്റ് കോയിൻ ETFൽ ഇൻവെസ്റ്റ് ചെയ്യൂ, ബ്ലാക്ക് റോക്കിൻ്റെ ETF അവൈലബിൾ ആണ്, ബിറ്റ് വൈസ് എന്ന് പറയുന്ന കമ്പനിയുടെ ETF അവൈലബിൾ ആണ്, ഫിഡലിറ്റിയുടെ ETF അവൈലബിൾ ആണ്, ഇതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഗവൺമെൻറ് ഇഷ്യൂ ആണ് ഇവിടെ പറ്റുന്നത്. കാരണം ഒരു പുതിയ അസറ്റ് ക്ലാസ് ഉണ്ടെന്ന് ഒരാൾക്കറിയാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അയാൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സോ മേജർലി ഞാൻ പറയുന്നത് ഗവൺമെൻറ്റായിട്ട് റെഗുലേഷൻസ് കൊണ്ടുവരണം അങ്ങനത്തെ കാര്യങ്ങളിൽ, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആവും കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു കസ്റ്റമർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റേർഡ് അഡ്വൈസേഴ്സിനെ കണ്ട് അവരുടെ ഡൗട്ട്സ് ചോദിക്കാം, അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ അടുത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കും. അല്ലാതെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. അങ്ങനെ ഈ ഒരു പണം നഷ്ടപ്പെട്ട ഒരാൾ അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും ഈ മേഖലയിൽ? അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്, ഒരു കസ്റ്റമർ ടെലിഗ്രാമിലൂടെ തന്നെ പൈസ നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു വാലറ്റിലേക്കാണ് അയാൾ ക്രിപ്റ്റോ കറൻസി അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാലറ്റ് ഇത് ചെയ്യാൻ സാധിക്കും, ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് ട്രാക്ക് ചെയ്ത് അത് ചെന്ന് നിൽക്കുന്നത് ബൈനാൻസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലാണ് ഇത് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളത് കേസ് ഫയൽ ചെയ്തിട്ട് നമുക്ക് ആ കേസ് ഫയലും കാര്യങ്ങളുമായിട്ട് നമുക്ക് ബൈനാൻസിനെ കോൺടാക്ട് ചെയ്യാം. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈനാൻസ് എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ അതിൽ കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് പേടിയായിരുന്നു. ഇദ്ദേഹം പറയുന്നത് അവരെൻ്റെ അടുത്ത് ഇത്രയും എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവർ കേസ് കൊടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് തിരിച്ചു തരാണ്ടിരിക്കില്ലേ എന്ന് പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇയാളെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും പോവും എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ അദ്ദേഹം അത് വിശ്വസിക്കാൻ റെഡിയാവുന്നില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ പുറത്തേക്ക് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കേസ് കൊടുത്തിട്ട് ബൈനാൻസ് പോലത്തെ ഏത് എക്സ്ചേഞ്ചിലേക്കാണ് പോയതെന്നുള്ളതെന്ന് ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു ക്രൈമിന് വേണ്ടി ക്രിപ്റ്റോ കറൻസി ഒക്കെ യൂസ് ചെയ്യാം എന്ന് പറയുന്നെങ്കിൽ പോലും ക്രിപ്റ്റോ കറൻസി നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ട്രെയിൽ ഇപ്പോൾ നാളെ ഞാൻ ഒരു ക്യാഷ് ഒരു ക്രൈമിന് വേണ്ടി കൊടുത്താൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ക്രിപ്റ്റോ കറൻസി നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ട്രാക്ക് ചെയ്ത് അതിൻ്റെ ട്രെയിൽ കണ്ടെത്തി ഇത് എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ചിലായിരിക്കും ചെന്നിട്ട് വിഡ്രോവൽ നടക്കുന്നത്. ആ എക്സ്ചേഞ്ചിൻ്റെ അടുത്ത് പോയി നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലത്തെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ മേഖലയിലേക്ക് പുതിയതായിട്ട് വരുന്നവരോട് എന്താ പറയാനുള്ളത്? പുതിയതായിട്ട് വരുന്നവർ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്.
മലയാളത്തിൽ വളരെ കുറച്ച് ആയിട്ടുള്ള, ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മിർസാദിൻ്റെ ക്രിപ്റ്റോ ട്രൈബ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു സുബൈർ അബ്ദുൽ ജബ്ബാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കോയിൻ സാറ്റ്സ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഇതുപോലത്തെയൊക്കെ ചാനൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്കൊരു എക്സ്ചേഞ്ചിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ബിറ്റ്സേവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ടോ ക്രിപ്റ്റോ കറൻസീസ് മേടിക്കാവുന്നതാണ്. ഇവിടെയും ഞങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് വരെ നമ്മൾ കസ്റ്റമേഴ്സിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10% താഴെ മാത്രം, നിങ്ങൾക്ക് എത്ര നഷ്ടപ്പെടാൻ പറ്റുന്നോ അത്രയും മാത്രം ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിലിജൻസ് നിങ്ങൾ ചെയ്തിരിക്കുക, പഠിക്കുക, കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, എന്താണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇന്ന് നിങ്ങൾക്കത് അറിയില്ല എന്ന് പറയുന്നത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യം. കാരണം ഇന്ന് നമുക്ക് ചാനൽസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ മൈഫിൻ പോയിൻ്റ് തന്നെ ഇതൊരു ഓൺലൈൻ ചാനലാണ്. ഇന്ന് ഓൺലൈൻ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ കൂടെ നിങ്ങൾ അറിവ് മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓൺ ദ അതർ സൈഡ് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രസ്റ്റിന് ഒരുപാട് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ട്രസ്റ്റബിളായിട്ട് നിൽക്കാൻ പുതുതായിട്ട് ബിൽഡ് ചെയ്യുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചസും അഡ്വൈസേഴ്സും ഒക്കെ ശ്രമിക്കുക. കാരണം ഇന്ന് ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും ആവശ്യമുള്ള ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രൊജക്റ്റോ കാര്യങ്ങളല്ല, ട്രസ്റ്റാണ്. നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നു അത്രയും ആളുകൾ ഈ ഇൻഡസ്ട്രീനോട് അട്രാക്റ്റ് ചെയ്യുകയും കൂടുതലായിട്ട് ഇതിലേക്ക് വരികയും ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് വേണ്ടത് ട്രസ്റ്റബിളായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് വേണ്ടത്. കാരണം പലർക്കും ഒരു ബാരിയറാണ് ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു ബാരിയറാണ്. ഇപ്പോൾ സെറോദ എന്ന് പറയുന്നത് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഇതാണ്, ഗ്രോ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അല്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വന്നാലും അവിടെ തിരിച്ച് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള എൻറ്റിറ്റീസിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. പിന്നെ നിങ്ങളുടേതായിട്ട് ഒരു എഡ്യൂക്കേഷനും നടത്തുക. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയാനുള്ളത് മാക്സിമം റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് ദുബായിലോട്ട് പോയി ട്രേഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്? ഇന്ത്യയിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയല്ല, ഞങ്ങളൊരു ഗ്ലോബൽ പ്രൊഡക്റ്റാണ് ബിറ്റ്സേവ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കറൻ്റ്ലി ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മേജർലി ഈ പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സാലറീഡ് ക്ലാസ്സും HNIസും ആണ്. അതും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു കാറ്റഗറി ആളുകളാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്തവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് അല്ല പറയുന്നത്, പക്ഷേ മേജർലി ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു മേഖലയാണ്. കാരണം ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ഇവിടെ ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റിനെ നമ്മൾ മാക്സിമം അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഒരു എഡ്യൂക്കേഷനും കൂടി അവിടെ നടക്കാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് അത് ചെയ്യാം. മാത്രമല്ല മാക്സിമം കോംപ്ലയൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങളിവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ റെഗുലേഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോംപ്ലയൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ദുബായിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഏഷ്യൻ കൺട്രീസിലെല്ലാം ഒരുവിധം ഏഷ്യൻ കൺട്രീസിലെല്ലാം നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇന്ത്യയിൽ മാത്രം ലിമിറ്റഡ് അല്ല. ഇന്ത്യ ഒരു വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ഇന്ത്യയിൽ നമ്മൾ മേജറായിട്ട് ബിസിനസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ പ്രൈസിങ്ങിൽ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും. നമ്മൾ ആദ്യം MRFിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ബിറ്റ്കോയിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഒരു 10,000 രൂപയുണ്ട്, നമുക്കത് ബിറ്റ്കോയിൽ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കണം. നമ്മൾ ആദ്യം നോക്കുമ്പോഴത്തേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിങ് ഭയങ്കര ഹൈ ആയിരിക്കും. നമ്മൾ അതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി നമ്മുടെ കയ്യിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക 0.000 എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക. അതേസമയം ഷിബ ഇനു പോലുള്ള കോയിനുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 1,000 2,000 ഹോൾഡ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് നമ്മുടെ മെൻറ്റാലിറ്റി അത് ചെറിയൊരു അംശം മാത്രമല്ലേ, ഇത് നമുക്ക് 1,000 2,000 കോയിൻ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നൊരു മെൻറ്റാലിറ്റി നമുക്കുണ്ട്. അത് ശരിക്കും ഒരു ശരിയായ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണോ? ശരിക്കും ഇത് തെറ്റായിട്ടുള്ള രീതിയാണത്. അത് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യൻ എക്സ്ചേഞ്ചസിൽ നിന്നുള്ള ഡാറ്റ എടുക്കുമ്പോൾ കാണുന്നത് ഇന്ത്യൻസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോയിൻസ് എന്ന് പറയുന്നത് ഷിബ, ഡോജി അങ്ങനത്തെ കോയിൻസ് ആണ്. ബിറ്റ് കോയിനൊക്കെ വളരെ താഴെയാണ് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അത്ഭുതത്തിൽ നോക്കിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന്. ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. കാരണം ബിറ്റ് കോയിനൊക്കെ ഇത്ര സ്ട്രോങ് ആയിട്ടൊരു പ്രൊജക്ട്സ് കൊണ്ടുപോകുന്നു. എന്നാൽ ഷിബ എന്ന് പറയുന്ന ഒരു മീം കോയിനാണ്, വെറും ഒരു തമാശയുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്ന കോയിനാണ് ഈ ഷിബ ഇനു അല്ലെങ്കിൽ ഡോജി എന്നൊക്കെ പറയുന്നത്. അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു യൂണിറ്റ് ബയാസ് ആണ്. അതായത് 40,000 രൂപയ്ക്ക് ബിറ്റ് കോയിൻ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.0000
1 ബിറ്റ് കോയിൻ ആണ് എന്നുള്ളൊരു പ്രശ്നവും, ഷിബാനു നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 1000 ഷിബാനു അല്ലെങ്കിൽ 2000 ഷിബാനു എന്ന് പറയുന്നത്, പക്ഷെ അതിൽ നിങ്ങളൊരു വാല്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല ഇവൻച്വലി, മനസ്സിലായില്ലേ? കാരണം പെർസെൻറ്റേജ് ഇൻക്രീസ് ഇപ്പോൾ 40% ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നത് 40,000 രൂപയിലാണ് ആ 40% ഇൻക്രീസ് വരുന്നത്. അതുപോലെ തന്നെ ഷിബയിൽ 40% ഇൻക്രീസ് കിട്ടിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് 40% ഇൻക്രീസ് ആയിട്ട് നിങ്ങളുടെ 40,000 രൂപയിലാണ് സംഭവിക്കുന്നത്. പിന്നെ അതിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ETF, ഇപ്പോൾ ബിറ്റ് കോയിൻ ETF ഒക്കെ വരുമ്പോൾ ഒരു പ്രധാന ഗുണം വരുന്നത് അവിടെയാണ്. കാരണം ആൾക്കാർ കാണുന്നത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് അല്ല അവിടെ കാണുന്നത്, അവിടെ ഷെയർ പ്രൈസ് ആണ് കാണുന്നത്. ഇപ്പോൾ ബിറ്റ് സേവിൽ ഞങ്ങളുടെ കമ്പനിയിലാണെങ്കിൽ ഞങ്ങളത് യൂണിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ NAV ആണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ 1.46 അല്ലെങ്കിൽ 67 എന്നുള്ള, അപ്പോൾ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നത് ഇത്രയും യൂണിറ്റ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ യൂണിറ്റ് ബയസ് വന്നാലും വാല്യൂ ഇവിടെ കുറവായി നിൽക്കുന്നതുകൊണ്ട് അത് വരുന്നില്ല എന്നുള്ളതാണ്. കുറേയൊക്കെ ETF-നും ഇത് ക്രിപ്റ്റോ മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും അതൊരു ബയാസാണ്, അത് ആൾക്കാർ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് മാറ്റണം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 40,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ആ 40,000 നിങ്ങൾക്ക് ആ പെർസെൻറ്റേജ് ഇൻക്രീസ് കിട്ടാൻ പോകുന്നത്, അല്ലാതെ ഈ യൂണിറ്റ്സുമേ അല്ല കിട്ടാൻ പോകുന്നത്. ക്രിപ്റ്റോ കറൻസി മേഖലയുടെ അനന്ത സാധ്യതകളെ പറ്റിയാണ് ആസിഫ് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. നമുക്കറിയാൻ പാടില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ പങ്കുവച്ചു. എന്തായാലും താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു തരാൻ നന്ദി. താങ്ക് യു.